അങ്ങനെ ഇന്നത്തെ ടാസ്ക് ജബ്രി കോംബോ വിജയിച്ചിരിക്കുകയാണ്. അതെ, ആദ്യം മുതൽ അവസാനം വരെ ടാസ്ക് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്ന അവരുടെ കഠിനപ്രയത്നവും അവരുടെ സ്നേഹവും അവരുടെ ആ ഒത്തൊരുമയും കൊണ്ട് അങ്ങനെ അവർ ജയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, അങ്ങനെ ജബ്രി കോംബോ ജയിച്ചിരിക്കുകയാണ്. അവരാദ്യം മുതൽക്ക് ഒരുമിച്ച് തന്നെയാണ് നിന്നിരുന്നത്. ഒരാ ടീമായിട്ട് നിന്ന അവരുടെ എഫേർട്ട് കൊണ്ട് അവരെങ്ങനെ ജയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും അവരുടെ ഈ ടീം എഫേർട്ടിനെ, അവരുടെ ഈ ഒത്തൊരുമയെ എന്തായാലും അഭിനന്ദിക്കണം. ബാക്കിയുള്ള നെഗറ്റീവ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരിക്കലും ഈ ഒരു കാര്യത്തിൽ അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിജയം തന്നെയായിരുന്നു അവർ ഇന്ന് ചെയ്തത്. ടാസ്ക് തുടങ്ങിയ ആദ്യം തൊട്ട് അവസാനം വരെ അവർ ഒരുമിച്ച് തന്നെയായിരുന്നു നിന്നത്. ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോയും ഗബ്രി ജാസ്മിൻ്റെ ഫോട്ടോയും മാത്രമായിരുന്നു അവർ ആദ്യം മുതൽ അവസാനം വരെ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഗബ്രി അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. അഞ്ചാമത്തെ റൗണ്ടിലായിരുന്നു ഏറ്റവും നിർണായകമായ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. രണ്ട് ടീമും കൂടി ഒരു അലയൻസ് വെച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ടീമും ഡെൻ ടീമും. അർജുൻ വന്നിട്ട് ഋഷിയോട് പറഞ്ഞു, ശരണ്യയുടെ ഫോട്ടോ വെക്കുകയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരും അൻസിബേനെയും ഋഷിയും ഒരിക്കലും പിരിക്കയില്ല, എന്ന് ഡെൻ ടീമിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. ഋഷി ആദ്യം എന്താ ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ ഒന്ന് പതറിയെങ്കിലും ഋഷി ഒരു പാവമാണ്. ആര് പറഞ്ഞാലും ഋഷി എളുപ്പം അനുസരിച്ച് നിൽക്കും. അതാണ് ഋഷിയുടെ നെഗറ്റീവ്, എന്നാൽ അതൊരു തരത്തിൽ പോസിറ്റീവുമാണ്. റൗണ്ട് 5 എത്തിയപ്പോഴത്തേക്കിനും ശരണ്യെ ലക്ഷ്യം വെച്ചത് ജാസ്മിൻ്റെ ഫോട്ടോയായിരുന്നു. ജാസ്മിൻ്റെ ഫോട്ടോ ശരണ്യ എടുത്തത് ഗബ്രി നോക്കിയപ്പോൾ ശരണ്യയുടെ ഫോട്ടോ കാണുന്നില്ല. ഗബ്രിയും ശരണ്യയും തമ്മിൽ ജാസ്മിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പിടിവലി തുടങ്ങി. ആ പിടിവലിയിൽ ഗബ്രി ശരണ്യക്കിട്ട് പഞ്ച് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യമുന കണ്ടു എന്നൊക്കെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്. അത് വാക്കുതർക്കം പോലെയൊക്കെ ആവുകയും ചെയ്തു. എന്ന റൗണ്ടിലേക്ക് ഇട്ടത് ഋഷിയും ജാസ്മിനും ഗബ്രിയുമാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അൻസിബയും ഋഷിയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അവർ രണ്ടുപേർക്കുള്ള ചാർജിങ്ങിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അവർ രണ്ടും ഒരുപോലെ ഓടി ഒരുപോലെ മുന്നോട്ട് വന്ന് രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിരുന്നെങ്കിൽ അവർക്കായിരുന്നു കൂടുതൽ ലീഡിങ് പോയിന്റ് വന്നേനെ, ലീഡിങ് അവർ നിന്നേനെ. കാരണം ഭൂരിപക്ഷം അവർ രണ്ടുപേരുമാണ്, പിന്നെ ഒരാളെ വരുന്നുള്ളായിരുന്നു മറ്റൊരാളായിട്ട്. അങ്ങനെയാണ് കൺഫേം ആയിട്ട് അവർ തന്നെ ജയിച്ചേനെ. പക്ഷേ ഇവിടെ ജാസ്മിനും ഗബ്രിയുമാണ് ആ ഒരു ബുദ്ധി ഉപയോഗിച്ചത്. അവർ രണ്ടുപേരും രണ്ടുപേർക്കും വേണ്ടി ഓടി രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചു. അതുകൊണ്ട് ഭൂരിപക്ഷം അവർക്ക് കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് ഗെയിമിലത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എന്തായാലും അവർ തന്നെ ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. ഇവിടെ ഋഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭൂരിപക്ഷം അവർക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഋഷിക്ക് സ്വന്തം ഫോട്ടോ ഏതായാലും എടുക്കാൻ പറ്റത്തില്ല. ഇതിലേക്ക് ഫോട്ടോ എടുത്തിട്ട് മനഃപൂർവ്വം ഡിലേ ആക്കിയാൽ ഒരാൾ കൊണ്ട് വെക്കും. അങ്ങനെയാണ് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ കൊണ്ട് വെച്ചു. ഗബ്രി അങ്ങനെ ജയിക്കുകയും ചെയ്യും. ഋഷി ശരണ്യയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വെച്ചിരുന്നുവെങ്കിൽ, ശരണ്യെ സേവ് ആക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 3 ടീം വന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ മത്സരം കുറച്ചും കൂടി നല്ലതായിരുന്നേനെ. നമുക്ക് ഇനിയും പുതിയ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.